ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ മക്കളുമൊത്തുള്ള ചില ദിവസങ്ങൾ ഇങ്ങനെയാണേ. ഇന്നെന്താണെന്നറിയില്ല, ഞാനും ചേട്ടനും എഴുന്നേറ്റപ്പോൾ തന്നെ ഞങ്ങളോടൊപ്പം തന്നെ മക്കളും എഴുന്നേറ്റു. പിന്നെ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് കട്ടിലിട്ടിട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവരെ എടുത്ത് താഴെ അച്ഛൻ്റെ കട്ടിൽ കൊണ്ട് കിടത്തിയേക്കും. അങ്ങനെ തന്നെയാണ് നിത്യവും ചെയ്യാറുള്ളത്. അതിനുശേഷം ബെഡെല്ലാം നേരെ വൃത്തിയാക്കി കുഞ്ഞുങ്ങളെ ഹാളിലാണ് കിടത്താറുള്ളത് പകൽ സമയങ്ങളിലെല്ലാം തന്നെ. അത് ഞങ്ങളിപ്പം മറ്റ് ജോലികളൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ ആ ഒരു സമയങ്ങളിൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറുന്ന സമയത്തെങ്ങാനും വീഴുമോ എന്നൊരു ഭയത്താലാണ് തറയിൽ തന്നെ കിടത്തുന്നത്. അതുമാത്രമല്ല, ഇപ്പം കുഞ്ഞുങ്ങൾ കമന്ന് വീഴുന്നുണ്ട്. കമന്ന് വീഴുന്നാറായി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾ നമ്മൾ മാക്സിമം തറയിൽ കിടത്തുന്നതായിരിക്കും നല്ലത്. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ജസ്റ്റ് ഒന്ന് മാറുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ കമരുന്നത്. ആ ഒരു സമയം കൊണ്ട് തന്നെ പായെല്ലാം ക്ലീൻ ആക്കിയിട്ട ശേഷം കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വയ്ക്കും. കാരണം അവരെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ഇതൊന്നും ചെയ്യാമെന്ന് പറഞ്ഞാൽ കാര്യം നടക്കില്ല. ഒരുമിച്ച് കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് രണ്ടുപേരും താഴെ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഇതെല്ലാം ചെയ്തു വയ്ക്കുന്നത്. നേരത്തെ തന്നെ വെള്ളമൊക്കെ പിടിച്ച് വയ്ക്കുക, ചൂടുവെള്ളം അനത്തി കൊണ്ട് വയ്ക്കുക, പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുളിപ്പിക്കാനുള്ള ഷീറ്റ് എടുത്തിടുക, പിന്നെ അവരെ സെപ്പറേറ്റ് എണ്ണയിലിടാൻ വേണ്ടി അത് ഷീറ്റെല്ലാം നിവർത്തി ക്ലീനാക്കി ഇടും. പിന്നെ കുഞ്ഞുങ്ങൾ കുളിപ്പിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ഒരുക്കി കിടത്താറാണ് പതിവ്. പിന്നെ അവരെ ഇടാനുള്ള കുഞ്ഞുടുപ്പുകൾ എല്ലാം എടുത്ത് നേരെ റെഡിയാക്കി വയ്ക്കും. അതിനുശേഷം ഓരോരുത്തരെയായിട്ടാണ് എടുത്തുകൊണ്ട് വരുന്നത്. ഇന്ന് ആദ്യം എടുത്തുകൊണ്ട് വന്നത് മൂത്ത കുഞ്ഞിനെയാണ്. മൂത്തതെന്ന് പറയാൻ വേണ്ടി ഒരേ സമയത്ത് തന്നെ കിട്ടിയത്, മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ. ഇത് പൂമ്പാറ്റയാണേ. 2 മക്കളാണ് നമുക്കുള്ളത്, പൂമ്പാറ്റയും കുഞ്ഞാറ്റയും. ഇത് ശിവന്യ ശിവജ എന്നാണ് ഇവരുടെ റിയൽ നെയിം. ഇത് വീട്ടിൽ വിളിക്കുന്ന നെയിമാണ് പൂമ്പാറ്റ കുഞ്ഞാറ്റ. ഇത് പൂമ്പാറ്റയാണ്. പൂമ്പാറ്റ ഇപ്പോൾ ഒരുപാട് സമയമായിട്ട് താഴെ കിടന്ന് ഉറങ്ങി. പാൽ കുടിക്കാൻ കുറേ സമയമായതുകൊണ്ടാണ് കുറച്ച് പാൽ കൊടുത്തു. കുളിപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ പാൽ കൊടുക്കാതിരിക്കുക. കാരണം കുളിപ്പിക്കുന്ന വയറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ ബോഡി കുഞ്ഞുങ്ങളുടെ ഷേക്കാവുന്ന സമയത്ത് അത് വൊമിറ്റ് ചെയ്യും. ഇതിപ്പോൾ ഒരുപാട് നേരമായിട്ട് പാൽ കുടിക്കാതെ നല്ലൊരു ഉറക്കമായിരുന്നു. ഇടയ്ക്ക് വെച്ച് പിന്നെ ഉണർത്തിയില്ല. പിന്നെ കുറച്ച് നേരം ഒരുപാട് നേരം എണ്ണയിലിട്ടിരുന്നു. പിന്നെ എണ്ണ നന്നായിട്ട് തേച്ച് കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് അങ്ങനെ അധികം കുളിപ്പിക്കുന്ന സമയത്ത് കരയത്തൊന്നുമില്ല, ചൂടുവെള്ളം ആയതുകൊണ്ടേ. പിന്നെ കണ്ണിൽ സോപ്പ് പുരട്ടുന്നത് മാത്രം ഞങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമല്ല. കണ്ണിൽ വെള്ളം ഇച്ചിരി ഒഴിക്കുമ്പോഴേ കരച്ചിൽ തുടങ്ങും, അതേ ഉള്ളൂ. അല്ലാതാണെങ്കിൽ അവർ കുളിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാവും. പിന്നെ കുളിപ്പിച്ച് റെഡിയാക്കി കുഞ്ഞുടുപ്പൊക്കെ ഇടിയിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് കരി എഴുതി പാലൊക്കെ കൊടുത്ത് ഉറക്കി കിടത്തിയിട്ടാണ് അടുത്ത ആളെ എടുക്കാൻ പോകുന്നത്. അതിന് മുന്നേ തന്നെ നമ്മൾ കുളിപ്പിച്ച് വന്ന ഉടനെ അവർക്ക് വിറ്റാമിൻ D3 ആ മരുന്ന് കൊടുക്കാറുണ്ട് കേട്ടോ. അത് 1 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. കുഞ്ഞുങ്ങളുടെ എല്ല് ഉറയ്ക്കുന്നതിനും മറ്റുമായിട്ടാണ് നമ്മൾ വിറ്റാമിൻ D3 കൊടുക്കുന്നത്. ചില ദിവസങ്ങളിലാണെങ്കിൽ കുളിപ്പിച്ച ഉടനെ തന്നെ ഒരുക്കി പാലൊക്കെ കൊടുത്ത് കിടത്തുമ്പോൾ ജസ്റ്റ് ഇനി കാലി വെച്ച് ഇങ്ങനെ നാട്ടി കൊടുക്കുമ്പോൾ തന്നെ അങ്ങ് ഉറങ്ങും. ചില ദിവസങ്ങൾ നല്ല നിർബന്ധമാണ്. എത്ര ഉറക്കാൻ ശ്രമിച്ചാലും കുഞ്ഞുറങ്ങില്ല. അതിങ്ങനെ സമയം പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം താഴെ അടുത്ത ആൾ കരയാൻ തുടങ്ങും. പിന്നെ എടുത്ത് വെച്ച് വെള്ളം തണുക്കുക, കുറേ സമയം ഇങ്ങനെ നീണ്ടു പോകും. അപ്പം കരയാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പല രീതിയിൽ ഉറക്കാൻ നോക്കുന്നതാണ് കാണുന്നത്. അവൾ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അവൾ കരയുന്നില്ലെന്ന് ഉറപ്പായതുകൊണ്ട്, പിന്നെ കുറേ നേരം ഉറങ്ങിയോണ്ടായിരിക്കും, അതുകൊണ്ട് കരയാതൊന്നും ഇരിക്കുന്നതുകൊണ്ട് താഴെ പോയി അടുത്ത ആളെയും കൂടെ എടുത്തുകൊണ്ട് വന്നു. ഇത് കുഞ്ഞാറ്റയാണ്. ഇനി അവളെ കുളിപ്പിച്ച് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവന്നു. പിന്നെ അവൾക്ക് ഉടുപ്പിട്ട് വെച്ച് കൊടുക്കുക, പിന്നെ ഒരുക്കുക. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഞാൻ മറ്റാൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അയാൾ കരയാതെ കിടക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത്. അവൾ നോക്കിയിരിക്കുകയാണ്. അവൾ ആദ്യം ഉറങ്ങാൻ നോക്കിയിട്ട് നടന്നില്ല. രണ്ടുപേരും ഇതുപോലെയൊക്കെ കളിച്ചിരിച്ച് അനങ്ങാതിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തെ ആൾക്കും വിറ്റാമിൻ D3 കൊടുക്കുകയാണ്. ഇതെന്നും രാവിലെ നമ്മൾ കൊടുക്കും കേട്ടോ. രാവിലെ കുളിച്ച് കഴിഞ്ഞ് വന്ന ഉടനെ വിറ്റാമിൻ D3 കൊടുക്കും. പിന്നെ ഞാൻ വിചാരിച്ചു അടുത്ത ആളെ ഉറക്കാമെന്ന്. പിന്നെ മെയിനായിട്ടുള്ളൊരു ഹോബി എന്ന് പറയുന്നത് പുതപ്പിട്ട് കൊടുത്ത് അപ്പോഴേ അങ്ങ് ഉറങ്ങും. ചില സമയങ്ങളിൽ അങ്ങനെയാണ്. പുതപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പുതപ്പിടുന്നതുകൊണ്ടൊരു ദോഷമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അറിയില്ല, അത് പിടിച്ച് മുഖത്തിടും. അങ്ങനെ പല സന്ദർഭങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇരിക്കുമ്പോൾ മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ.
പൊടിക്കുഞ്ഞുങ്ങൾക്ക് പുതപ്പൊന്നും ഇട്ട് കൊടുക്കാതിരിക്കുക നമ്മൾ ഇല്ലാത്ത സമയങ്ങളിലേ. അവർക്കറിയില്ല, മൂക്കിനകത്തൊക്കെ പിടിച്ചങ്ങ് ഇട്ട് കളയും. പിന്നെ 2 പേരും ഉറങ്ങുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അവരുടെ ചെറിയ ചെറിയ തുണികളെല്ലാം വെള്ളത്തിൽ മുക്കി വെച്ച് കഴുകാനായിട്ട്. പിന്നെ പല്ല് തേക്കുകയും എൻ്റെ കാര്യങ്ങളെല്ലാം കുളിക്കുക, അതെല്ലാം സാധാരണ ചെയ്യുന്നത് ഇവരെ ഒരുക്കി കിടത്തി ഉറക്കിയ ശേഷമാണ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് എന്താ അവിടെ ചെയ്യുന്നേ എന്നുള്ളത്. കുഞ്ഞുങ്ങളുടെ തുണിയെല്ലാം കഴുകി വൃത്തിയാക്കി ഉണക്കാൻ കൊണ്ടിടും. അപ്പോഴും വന്ന് നോക്കുമ്പോഴത്തേക്ക് അവർ ഉറങ്ങാതെ കിടക്കുന്നതാണ് കാണുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള പാലെല്ലാം കലക്കി വയ്ക്കും. അത് സെമിലാക്കിൻ്റെ പൊടിയാണ് കൊടുക്കുന്നത്. ഓൾറെഡി ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 2 പേർക്കും കറക്റ്റ് അളവിലെടുത്ത് കലക്കി കുപ്പികളിലാക്കി വെച്ച് നീറ്റായിട്ട് കുപ്പി കഴുകാമായിരുന്നു. ഇപ്പോൾ ഒരു തുപ്പാനൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ കൊടുക്കുന്ന സമയത്ത് തന്നെ മുന്നോട്ട് തുപ്പുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഉറങ്ങി എന്ന് ചെറിയ രീതിയിൽ ഞാൻ തട്ടി കുറേ സമയമെടുത്ത് ഉറക്കിയിട്ടാണ് പിരി എഴുതി കൊടുക്കുന്നത്. പിന്നെ ഇന്നത്തെ ഫുഡ് ഇതൊക്കെയാണ്: ചോറ്, തോരൻ, സാമ്പാർ, മീൻ വറുത്തത്. ഇതൊക്കെ വെളുപ്പിനെ ഇതിനിടയിൽ കുക്കിങ് നടന്നിട്ടുണ്ടായിരുന്നു. ചേട്ടനും ഞാനും കൂടെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടിയില്ല. അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം. കുഞ്ഞുങ്ങൾ ഉച്ചയ്ക്ക് കരയുന്നത് കൊണ്ട് തന്നെ അവരുടെ അടുത്ത് വന്നിരുന്നാണ് ഫുഡ് എടുത്തുകൊണ്ട് വന്ന് കഴിക്കുന്നത്.